ഹലോ, ഇസ്മി അജീഷ്. അങ്ങനെ ഏജന്റ് കണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത് മലയാളത്തിൽ ഒന്ന് ഡബ് ചെയ്തിറങ്ങി. തെലുങ്കിൽ ഇറങ്ങിയ ഒരു പടമാണ്. നമ്മളെ മമ്മൂക്കയും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് കാണണമെന്ന് ആഗ്രഹിച്ചത്. അടിപൊളി ആയിരിക്കുമെന്ന് പറഞ്ഞ് കണ്ടു തുടങ്ങി. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ VFX ആദ്യമേ നമുക്ക് കാണിച്ചു തരാം, അതിന്റെ ഒരു ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ടെന്നൊക്കെ. പെട്ടായിട്ട് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടറിയണം. പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, പേട ആറ്റം ബോംബ് സാധനം. കാർട്ടൂൺ നെറ്റ്വർക്കിൽ പോലും ഇതിനേക്കാളും കിടിലം ഗ്രാഫിക്സ് ഒക്കെയാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലത്തെ കിടിലം സാധനം ഗ്രാഫിക്സ് ഇതിൽ. കഥയും അതുപോലെ തന്നെ ആ ഗ്രാഫിക്സിനേക്കാളും മുകളിൽ നിൽക്കുന്ന കഥയും പെർഫോമൻസ് ആണെങ്കിൽ എല്ലാവരും അതുപോലത്തത്. ഉഫ്, കത്തി പല ടൈപ്പിലെ കത്തി കണ്ടിട്ടുണ്ട്. ഇത് അതുക്കൊക്കെ മേലെയാണ്. ഒരുത്ത ഓടുമ്പോൾ 1000 പേര് നിരത്തി വെടിവെച്ചാലും അവന് കൊള്ളത്തില്ല. അവ ഒളിച്ചത് വെടിവെച്ച 1000 പേർക്കും കൊള്ളും. ആ ഒരു സാധനം അറിയാമല്ലോ. അതുപോലെയാണ് പടം മൊത്തത്തിൽ. ഒരു തരത്തിൽ ലോജിക്ക് നമ്മൾ നോക്കാതെ കണ്ടാൽ പോലും ആ ലോജിക്ക് ഇല്ലായ്മ നമ്മൾ എഴുന്നേറ്റ് അടിച്ചിട്ട് പറയും, എന്തുവാടാ പണി വെച്ചിരിക്കേ എന്ന് ചോദിച്ചു. അങ്ങനത്തെ അമ്മാതി ഒരു മലങ്കൾട്ടൊരു മൂഞ്ച പടം. ഇതുപോലത്തെ ഒരു തൊലിഞ്ഞ പടം ഞാൻ അടുത്തൊന്നും ഇപ്പൊ കണ്ടിട്ടില്ല. അതുപോലത്തെ വെറുപ്പീര് പടം. ഒരു ഇതും പറയില്ല. അതുപോലത്തെ കൂതറ സാധനം. എന്നിട്ട് ഇതിന് പാർട്ട് 2 ആക്കിക്കൊണ്ടാണ് നിർത്തുന്നത്. മമ്മൂക്കയൊക്കെ ഇത് എങ്ങനെ പോയി എടുത്തെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ലപോലെ പടം സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ഒരു സാധനം സെലക്ട് ചെയ്തത് മമ്മൂക്കയ്ക്കൊക്കെ ചെയ്യാനായിട്ട് ഒന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. റോയിലേതോ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കുറെ ഓർഡർ കൊടുക്കുന്നു, വെടിവെക്കടാ ചാവടാ, അത് തന്നെ. ഒരുത്തൻ ചാവാൻ വേണ്ടി നടക്കുന്നു, വെടിയുടെ ഇടയിൽ കൂടെ ഓടുന്നു, ചാവുന്നില്ല. അങ്ങനെ ഒരു പ്രാന്ത് പിടിച്ച ഒരുത്തനും അവനെ മേയ്ക്കാനായിട്ടൊരു മമ്മൂക്ക് ഏജന്റ്.